ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പുരുഷനോട് ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ലാത്ത, നിങ്ങൾ രഹസ്യമാക്കി വെക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അത് വലിയ രീതിയിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഹൈഡായിട്ട് സീക്രട്ടായിട്ട് മനസ്സിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോടായിക്കോട്ടെ, മറ്റേതെങ്കിലും പുരുഷന്മാരോടായിക്കോട്ടെ, നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു സെക്ച്വൽ കോണ്ടാക്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ, ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യവും ഒരു പുരുഷനോടും നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾക്കത് ദോഷകരമായിട്ടുള്ള രീതിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്, എന്തെങ്കിലും പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പുറത്തെ ആളുകളോട് പറയുകയാണെങ്കിൽ അങ്ങനെ, അതല്ല ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോടാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ കുറയാനും അല്ലെങ്കിൽ എങ്കിലും അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കാം. ഇതൊക്കെ നെവർ മൈൻഡ് ആക്കി എടുക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, അതിൽ സെക്ച്വൽ കോണ്ടാക്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും രഹസ്യമാക്കി കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സീക്രട്ടായിട്ട് തന്നെ കീപ്പ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഇഷ്ടമില്ലാത്ത, നിങ്ങൾ തന്നെ വെറുക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ മറ്റുള്ള വ്യക്തികളെ കൂടി അറിയിക്കണമെന്നില്ല. എസ്പെഷ്യലി ഒരു പുരുഷനെ അറിയിക്കുമ്പോൾ നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഒരു സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വെറുക്കുന്ന വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം. അതെന്താണെങ്കിലും അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഷെയർ ചെയ്യണ്ട ഒരു പുരുഷനോട്. ഓക്കെ, നെക്സ്റ്റ് വൺ, നമ്മളൊരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ ഇട്ടേച്ച് പോവുമോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണുമ്പോൾ അവരോട് ഇഷ്ടം തോന്നുമോ, അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നുമോ, അല്ലെങ്കിൽ വർക്കിന് പോകുമ്പോൾ അവിടെ ആരോടെങ്കിലും അട്രാക്ഷൻ തോന്നുമോ, അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവാം. ഇനി അതല്ല, നമ്മൾ ഒരാളോട്, നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി സംസാരിക്കുമ്പോൾ ഓവർ പൊസസീവ് ആവുന്നത് ഒക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സുകളായിരിക്കാം ഒരുപക്ഷെ. പക്ഷേ അങ്ങനെയുള്ള ഇൻസെക്യൂരിറ്റീസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് പിന്നീട് വലിയ രീതിയിലുള്ള പ്രോബ്ലംസിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. 80% ആളുകളും ഒരു ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷനൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതാണ് നല്ലത്. വേറെ രീതിയിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഭയം, അതുമായി ബന്ധപ്പെട്ടുള്ള തോട്ട് പ്രോസസ്സുകൾ നിങ്ങൾ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ജഡ്ജ്മെൻറ്റ് തോട്ട്സ് അബൌട്ട് യുവർ പാർട്ട്ണർ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, ഓക്കെ, ആ വ്യക്തി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടാവാം. അത് ഒരു പക്ഷേ ചിലപ്പോൾ രാവിലെ എണീറ്റിട്ട് ചിലപ്പോൾ ഒരു ദിവസം, ഒരു സൺഡേ ആയിരിക്കാം, അന്ന് ഫുൾ ഫുഡിങ് ആയിരിക്കും. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും വേറെ എന്തെങ്കിലും കഴിക്കും, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, ടി വി കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ടാബിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ എന്തെങ്കിലും പ്രവർത്തികളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകും, ഇന്ന് ഫുൾ ടൈം ടാബിലാണല്ലോ, അല്ലെങ്കിൽ ഇന്ന് ഫുൾ ടൈം ഫോണിലാണല്ലോ, അല്ലെങ്കിൽ ഇന്ന് ഫുൾ ടൈം ഫുഡ് അടിയാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ പറയും. ചിലപ്പോൾ മദ്യപിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു വിഷയത്തെ പറ്റിയിട്ടായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവുക. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഉള്ളിലൊരു ജഡ്ജ്മെൻറ്റ് നടന്ന് അത് നമ്മൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അങ്ങനെ എപ്പോഴും ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ടോക്കുകൾ, കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക, അത് നിർത്തുക. അത് മനസ്സിൽ തന്നെ ആ ഒരു ജഡ്ജ്മെൻ്റ് അവിടെ കിടക്കട്ടെ, അതിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അവർക്ക് സ്ട്രെസ് ഉള്ളത് കൊണ്ടായിരിക്കാം കുറച്ച് കൂടുതൽ ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഫോണിൽ കുറച്ച് കോമഡി റീൽസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ പറയണ്ട എന്നുള്ളതല്ല പറയുന്നത്. എന്തെങ്കിലും ഒരു ദിവസമൊക്കെ കാണുമ്പോഴേക്കും നമ്മളിങ്ങനെ അത് ജഡ്ജ് ചെയ്തിട്ട് അതിനൊരു ലേബൽ ചെയ്തിട്ട് അതിങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഷെയിം സ്റ്റോറീസ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫെയിലിയർ സംഭവിച്ച സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാർട്ട്ണറോട്, പുരുഷനോട് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത് സംഭവിച്ചു, അത് കഴിഞ്ഞു, അത് ഇനി ഷെയർ ചെയ്തിട്ട് ഉള്ള അട്രാക്ഷൻ കളയേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ സ്കില്ല് അവൾക്കുണ്ട്, അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ സൗന്ദര്യം അവൾക്കുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഡീപ്പായിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനത്ര പോരാ എന്നുള്ളതാണ്. അഥവാ ഈ മുമ്പിലിരിക്കുന്ന ആളത്ര പോരാന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് അട്രാക്ഷൻ കില്ല് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സുകൾ, തോട്ട് പ്രോസസ്സ് ഒന്നും അങ്ങനെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക, അത് രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഈ 5 കാര്യങ്ങൾ രഹസ്യമാക്കിയിട്ട് തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പുരുഷന്മാരോട്, നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനാണെങ്കിലും മറ്റുള്ള വ്യക്തികളാണെങ്കിലും ഒന്നും ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും ഒത്തിരി ഇഷ്ടമാണ്, ആ വ്യക്തിയുമായിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ തന്നെയാണ്, പക്ഷെ നമുക്ക് അത്രത്തോളം അറ്റൻഷനൊന്നും തരുന്നില്ല, ആ വ്യക്തി ഇങ്ങോട്ട് നന്നായിട്ട് ചേസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചേസിങ് അഫർമേഷനും ഉണ്ട്. അത് ഞാൻ അയച്ചു തരാം. രാവിലെ ഒരു 5 മിനിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞാൽ മതി. തുടർച്ചയായിട്ട് ഒരു 21 ദിവസം ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യും, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ പവർഫുൾ അഫർമേഷൻ വേണ്ട ആളുകൾ മുകളിൽ നമ്പർ ഉണ്ടാവും, ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുക. ചേസിങ് അഫർമേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്